ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മച്ച് ക്രേസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ 2-3 വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. നമ്മളെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്, DIY ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആ വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെളിച്ചം വന്നില്ലേ ഗൈസ്? അപ്പോൾ ഇത് നമ്മളെ സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ പോണേ. ഇങ്ങോട്ടോ. അപ്പോൾ വീഡിയോ കോണേലും പോയി ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തൊട്ടപ്പുറത്തെ ബെല്ലേക്ക് എന്തായാലും എനേബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നും പറയണ്ട, വീട്ടിലേക്ക് പോകും. അപ്പൊ കഴിച്ച് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു കാർഡ്ബോർഡ് വേണം, ഒരു ചെറിയൊരു പെട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി. അപ്പൊ പിന്നെ ആവശ്യമുള്ള സാധനം വെച്ചാൽ കുറച്ച് പൈപ്പിന്റെ കഷ്ണങ്ങളും പിന്നെ എൽബോയും ടീയും ഒക്കെ ആവശ്യമുണ്ട്. അത് എത്ര വേണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം നിങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താൻ. ഇത് പൈപ്പാണ്. ഞാൻ പെയിന്റ് അടിച്ച് വെള്ള പൈപ്പ് എടുത്തിട്ട് പെയിന്റ് അടിച്ച് സ്പ്രേ പെയിന്റ് എന്നല്ല, സാധാ പെയിന്റ് അടിച്ച് വാട്ടർ പെയിന്റ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കഷ്ണങ്ങൾ വേണം. അളവൊന്നും ഞാൻ പറയില്ല, അളവ് നിങ്ങൾക്ക് അനുസരിച്ചെടുക്കാം. ചെറുതായിരിക്കാം. പിന്നെ വലുതിന് ഇത് ഹൈറ്റ് എത്രത്തോളം ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഹൈറ്റുള്ള പൈപ്പ് എടുക്കാൻ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ടീ വേണം, പിന്നെ എൽബോയും വേണം. ഒരു ടീ ഒരു 3-4 മതി. പിന്നെ എൽബോ 5 വേണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം ഡീറ്റെയിലായിട്ട് ചെയ്താൽ. പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയുള്ള പശ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് നട്ടുള്ള പശയാണ്. അറിയാത്തതെന്ന് അറിയുന്നുണ്ടാവും, അറിയാത്തത് ജസ്റ്റ് ഇപ്പം കാണിച്ചില്ലേ. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ കഴിച്ച് നമുക്ക് ഇത് എങ്ങനെ തുടങ്ങാം, എങ്ങനെ തുടങ്ങാൻ ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഈ ഒരു ടീ ആവശ്യമുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് പൈപ്പ് ആവശ്യമുണ്ട്. പൈപ്പ് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നല്ല ഇത്തിരി ടൈറ്റിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒട്ടിക്കുക. പിന്നെ അടിഭാഗം ഒട്ടിക്കാൻ എനിക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇവിടെ ഒരു ടീ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതെന്തെന്നൊക്കെ വിചാരിക്കുന്ന. അപ്പൊ വീഡിയോ കഴിയുമ്പോൾ മൊത്തമായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ടീ എടുക്കുക. എന്നിട്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ കഷ്ണം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതോടെ ഇരുന്ന് ഇനി വേറൊരു പൈപ്പിന്റെ പീസ് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ സംഭവിക്കും. നിങ്ങൾക്ക് കിട്ടുക കാണുന്നുണ്ടാവും ഡ്രോണിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട്. പിന്നെ എൽബോ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ താഴത്ത് കൈ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ആയിരിക്കണം താഴത്ത് കൈ വയ്ക്കണം. എല്ലാ എൽബോ എല്ലായിടത്തും ഇങ്ങനെ താഴത്ത് കൈ സ്റ്റാൻഡ് പോലെ ആക്കി ഇട്ട് കൊടുക്കുക. നമ്മള് എല്ലായിടത്തും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒട്ടിക്കാനായിട്ട് ഇത്തിരി നല്ലത്. ഞാൻ പൊട്ടിച്ചില്ല, നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വെക്കാം. അപ്പൊ ഇത് അടിയത്തൊരു സ്റ്റാൻഡായി. ഇനി ഒരു പൈപ്പ് എടുക്കുക, ഒരു വലിയ കഷ്ണം പൈപ്പ് എടുത്തിട്ട് ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതവിടെ ഇരുന്ന് ഇനി ഇതൊരു കണക്ടറാണ്. കണക്ടർ കടയിൽ ചോദിച്ചാൽ എന്തായാലും കിട്ടും. നമുക്ക് പൈപ്പ് കടയിലൊക്കെ ചോദിച്ചാൽ കണക്ടർ കിട്ടും. പിന്നെ നിങ്ങളെ ഹൈറ്റ് പ്രധാനം. അപ്പൊ ഇതിന് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓക്കെ
അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇവിടെ സോഫ്റ്റ് ബോക്സ് നോക്കും അവിടെ വീഡിയോ എടുക്കാം. ഞാൻ ഇവിടെ ഇപ്പൊ കട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഇതിലായിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഈ സോഫ്റ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. കുക്കറിന്റെ പെട്ടിയില്ലേ, കുക്കറിന്റെ പെട്ടി എന്ന് പറയുമ്പോൾ അറിയാല് ഒരു ഭാഗം ഇങ്ങനെ നടക്കണം. അതിന്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ അത് അറിയാതെ ഞാൻ കാണിച്ചു തരാം. മൊത്തം ഇങ്ങനെ മൊത്തം സെറ്റ് ചെയ്യുന്നത് വയറൊക്കെ മൊത്തം ഓൾ സെറ്റ് ഇത്ര വയറൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പണി എന്ന് പറഞ്ഞത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പാശ വെച്ചാൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ വയസ്സ് നമ്മൾ ഒട്ടിക്കാൻ പോണ്. ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. കറക്റ്റ് മതി ഇങ്ങനെ ഒട്ടിക്കാൻ പോണ്. ഇവിടെ വെച്ച് ജസ്റ്റ് തള്ളി കൊടുത്ത് ഇവിടെ പശ വയ്ക്കും. ഓക്കെ, അപ്പം ഇനി അത് ഉണങ്ങാൻ ഇത്തിരി വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് സെക്കൻഡ്സ് വെയിറ്റ്. ഓക്കെ,
നമുക്ക് ഇങ്ങനത്തെ ഒരു തുണിയും കൂടെ ആവശ്യമുണ്ട്. തുണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് തുണി. ഇത് നമ്മൾ ആദ്യം ബൾബ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ബൾബ് ഫിറ്റ് ചെയ്യണം. അതായത് നമ്മൾ തുണി ബൾബ് നമ്മൾ ഇനി ഫിറ്റ് ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി തുണി ഇതുമ്മ വിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പം തുണി നമ്മളൊരു സ്റ്റാപ്ലർ അടിക്കുക, അല്ലെങ്കിൽ ടാപ്പ് ഒട്ടിക്കാൻ നല്ല എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ടാപ്പൊക്കെ ഒട്ടിക്കാൻ പോകുന്നു. അപ്പം ഞാൻ പോയി ടാപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ കാര്യം നമ്മളെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. തുണിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇത്തിരി ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്ര ടൈറ്റൊക്കെ മതി കാര്യം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ഒരു പൈപ്പ് എടുത്തിട്ട് ഈ ഒരു പൈപ്പ് നിർക്കും ഇങ്ങനെ. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഇവിടെ ഓക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു കണക്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെ കണക്ടറിനാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇരുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇരുന്ന് തോന്നും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര ഹൈറ്റ് വേണ്ട എന്നാണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മളിതൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാൻ പോണ്. ഇത് 2 പ്ലെയർ അല്ല, സോറി, വയർ. ഇത് മറ്റേ പ്ലഗ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എക്സ്റ്റൻഷന് ജസ്റ്റ് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുത്തെ പ്ലഗ് ഒന്ന് മാറ്റണം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്വിച്ച് ഇടാൻ പോകണം. സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റായി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സോഫ്റ്റ് ബോക്സിൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എന്തായാലും എനേബിൾ ചെയ്ത് വെക്കാം. വളരെ കഷ്ടപ്പെടുന്ന ഗൈസ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് കൈമൊക്കെ മറ്റേ ഫ്ലെക്സ് ട്യൂബൊക്കെ ആയിരുന്നു. ഞാൻ കുറേ പണി വെച്ചിരുന്നു എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.